സ്ലോ ബോളുകൾ കൃത്യമായിട്ടും നമ്മുടെ SRH ബോളർമാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരുടെ മലിംഗ ആവട്ടെ, അല്ലെങ്കിൽ ഈ ഷാക്കിബ് ആവട്ടെ, പിന്നെ പ്രഫുൽ ആവട്ടെ, അല്ലെങ്കിൽ കമ്മിൻസ് പോലും, അതായത് ലോക ക്രിക്കറ്റിലെ നമ്പർ 1 ബോളറായ കമ്മിൻസ് പോലും സ്ലോ ബോളുകൾ ഇന്ന് കൃത്യമായിട്ടും യൂസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്ലോ ബോളുകൾ ജഡ്ജ് ചെയ്യുന്നതിൽ ചെന്നൈ ബാറ്റർമാർ വലിയ രീതിയിൽ തന്നെ പരാജയപ്പെട്ട ഒരു മത്സരമായിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്, മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സച്ചിൻ പഴയൊരു കഥ പറയുകയാണ്. 99-ലെയോ 2000-കളിലെയോ ന്യൂസിലാൻഡ് പര്യടനത്തിനിടയിൽ പിന്നെ ആ സമയത്ത് അവരുടെ ന്യൂസിലാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറായിരുന്നു ക്രിസ് കെയ്ൻസ്. സച്ചിൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഓർമ്മ പങ്കിട്ടൊരു സംഭവമാണ്. അതായത് ക്രിസ് കെയ്ൻസ് വളരെ മികച്ച രീതിയിൽ ഇൻസ്വിങ്ങറുകളും ഔട്ട് സ്വിങ്ങറുകളും എറിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ടെസ്റ്റ് മത്സരത്തിലോ അല്ലെങ്കിൽ ഏകദിന മത്സരത്തിലോ പിന്നെ ദ്രാവിഡും സച്ചിനും ബാറ്റ് ചെയ്യാണ്. അപ്പൊ ദ്രാവിഡ് ബാറ്റ് ചെയ്യാണ്. അപ്പൊ ഇൻസ്വിങ്ങറും ഔട്ട് സ്വിങ്ങറും ഒരേപോലെ ഒരു ഓവറിൽ ആ രീതിയിൽ പിന്നെ എന്താ പറയാ, ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻസ്വിങ്ങറും ഔട്ട് സ്വിങ്ങറും എറിഞ്ഞുകൊണ്ടിരുന്ന ക്രിസ് കെയ്ൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി സച്ചിൻ എടുത്തൊരു തന്ത്രം എന്നുള്ളത്, ദ്രാവിഡ് ബാറ്റ് ചെയ്യുമ്പോൾ സച്ചിൻ നോൺ സ്ട്രൈക്ക് റെൻഡിലാണ്. അപ്പോൾ സച്ചിൻ പിന്നെ അദ്ദേഹത്തിന്റെ ഇദ്ദേഹം ക്രിസ് കെയ്ൻസ് ബോൾ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ബോളിന്റെ ഏത് ഷൈനിങ്ങിനുള്ള ഭാഗമാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നതെങ്കിൽ സച്ചിൻ അത് നേരത്തെ നോൺ സ്ട്രൈക്ക് റെൻഡിൽ നിന്ന് നോട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ബാറ്റ് ഒരു കയ്യിൽ റൈറ്റ് ഹാൻഡിൽ വെക്കുന്നു. അപ്പോൾ ദ്രാവിഡിനുള്ളൊരു സൂചനയാണ് ഇത് ഇൻസ്വിങ്ങർ ആണെന്നുള്ളത്, ഇത് ഔട്ട് സ്വിങ്ങർ ആണെന്നുള്ളത്. അതിനുശേഷം ഷൈനിങ് ഇല്ലാത്ത പോർഷനാണ് കാണിക്കുന്നതെങ്കിൽ ആ സമയത്ത് സച്ചിൻ ബാറ്റ് ലെഫ്റ്റ് ഹാൻഡിൽ വെക്കും. അത് അപ്പുറത്തെ ആൾക്കുള്ള സൂചനയാണ്. അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സൺറൈസേഴ്സ് ബോളർമാർ ഈ സ്ലോ ബോളുകൾ എറിയുമ്പോൾ അവരുടെ കൈ ഒന്നുകൂടി നിരീക്ഷിച്ചുകൊണ്ട് നോൺ സ്ട്രൈക്കറിൽ ആരെങ്കിലും അങ്ങനെ ഒരു സൂചന കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ പ്ലേ ഓഫ് മറ്റുമൊക്കെ വരാനുണ്ട്. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ്, അതെ, സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പിന്നെ ബോളർമാരാണ് ഈ IPL-ലെ ഏറ്റവും കൂടുതൽ സ്ലോ ബോളുകൾ എറിഞ്ഞിട്ടുള്ളത്. ഈ ലുങ്കി എങ്കിഡിയെ നമുക്ക് മാറ്റി നിർത്താം. മറ്റ് ഈ പ്രഫുൽ ആവട്ടെ, ഷാക്കിബൊക്കെ ഇന്ന് സ്ലോ ബോളുകൾ കൊണ്ടാണ് വിക്കറ്റുകൾ നേടിയിട്ടുള്ളത്. അത് ഇടയ്ക്ക് ഒരു ഓവറിൽ 3-4 സ്ലോ ബോളുകൾ എറിയുന്നു, 2 മാത്രം പേസ് എറിയുന്നു എന്ന രീതിയിലാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. അപ്പം ആ സ്ലോ ബോളുകൾ നിരീക്ഷിക്കുന്നത് പിന്നെ മറ്റ് ബാറ്റർമാർക്ക്, നോൺ സ്ട്രൈക്കറുള്ള പിന്നെ ബാറ്റർമാർ അത് ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയുള്ള ടീമുകളിൽ പ്ലേ ഓഫിൽ എത്തുന്ന മറ്റ് ടീമുകൾ, ചെന്നൈ സൂപ്പർ കിങ്സ് എത്തുന്ന അറിയില്ല, മറ്റു ടീമുകൾക്കൊരു ഉപകാരമുള്ള ഒരു സംഭവമായിരിക്കും.